ഇന്നത്തെ വീഡിയോ നല്ല ലെങ്ത്തിൽ ഹാങ് ചെയ്ത് കിടക്കുന്ന മോഡൽ കമ്മലുകൾ ഇഷ്ടപ്പെടുന്നവർക്ക് വേണ്ടിയിട്ടുള്ളതാണ് കേട്ടോ. ഈ ഒരു മോഡലൊന്നും നമ്മൾ ഷോപ്പിൽ പോയി ചോദിച്ചാൽ നമുക്ക് കിട്ടില്ല. കാരണം ഇത് ഹാൻഡ് മെയ്ഡ് പ്രൊഡക്റ്റാണ്. അത് നമ്മുടെ കയ്യിൽ മാത്രമേ ഉണ്ടാവുള്ളൂ. അപ്പോൾ അത് നിങ്ങൾക്കും ചെയ്തെടുക്കാം. കുറച്ച് മെറ്റീരിയൽസ് ഒക്കെ കയ്യിലുണ്ട്. ജ്വല്ലറി മേക്കിങ്ങിനോട് താല്പര്യമുള്ളവരാണെങ്കിൽ നമുക്കും അതൊക്കെ ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ കുറച്ചധികം മെറ്റീരിയൽസ് ഒക്കെ ഞാനിവിടെ എടുക്കുന്നുണ്ട്. അപ്പോൾ അതൊക്കെ ഞാൻ വഴിയെ ഓരോന്നോരോന്നായിട്ട് ചെയ്യുമ്പോൾ പറഞ്ഞു തരാം. ജ്വല്ലറി മേക്കിങ്ങിൻ്റെ ബേസിക് ആയിട്ട് നമുക്ക് വേണ്ട മെറ്റീരിയൽസ് ഒക്കെ വെച്ചിട്ട് തന്നെയാണ് നമ്മളിത് ചെയ്യുന്നത്. കുറച്ച് എക്സ്ട്രാ നമ്മൾ ആഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിനായിട്ട് ആദ്യം നമ്മൾ എടുക്കുന്നത് ഐപ്പിന്നാണ്. അപ്പോൾ നമ്മുടെ ബേസിക് മെറ്റീരിയലിൽ വരുന്നതാണ് ഐപ്പിന്ന്. ഇത് സർദോസിയാണ്. നമ്മൾ ഡ്രസ്സൊക്കെ എംബ്രോയിഡറി ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഒരു ഐറ്റമാണ് സർദോസി. ഇത് നമ്മളിങ്ങനെ ഐപ്പിന്നിലേക്ക് ഇട്ടിട്ട് ജസ്റ്റ് കട്ട് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. ഇത് ഓപ്ഷണലാണ്. നമ്മുടെ ഐപ്പിന് കുറച്ചും കൂടിയും ഒരു ഭംഗി കിട്ടാനും ആ ഒരു ഗോൾഡിൻ്റെ ലുക്കൊക്കെ കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു സർദോസി ഇട്ട് കൊടുക്കുന്നത്. ഇല്ലയെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കത് അവോയ്ഡ് ചെയ്യാം. നമ്മൾ ഐപ്പിന് മാത്രമായിട്ട് നമുക്കത് ചെയ്തെടുക്കാനും പറ്റും. അപ്പോൾ ഉള്ളവരൊക്കെ യൂസ് ചെയ്തിട്ട് ചെയ്യുക, ഇല്ലാത്തവർ ഐപ്പിന് മാത്രം ഇട്ടിട്ട് ചെയ്യുക. പിന്നെ ഒരു കാര്യം, ഐപ്പിന് കുറച്ച് ലെങ്ത്തിലുള്ളത് എടുക്കണം. എങ്കിലാണ് നമ്മൾ വിചാരിച്ച രീതിയിൽ ചെയ്തെടുക്കാൻ പറ്റുള്ളൂ. നമ്മൾ സ്റ്റോണൊക്കെ ഒട്ടിക്കുന്നുണ്ടല്ലോ, അത് 2 സ്റ്റോണൊക്കെ ഒട്ടിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ കുറച്ച് ലെങ്ത്തുള്ള ഐപ്പിൻ എടുക്കുക. ഇല്ലെങ്കിലും ചെറിയ ഐപ്പിൻ എടുത്ത് ഒറ്റ സ്റ്റോൺ ഒട്ടിച്ചിട്ടും സിമ്പിളായിട്ടും ചെയ്യാൻ പറ്റും. അപ്പോൾ നമ്മൾ ആ സർദോസി 2 പീസ് അതേ അളവിൽ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ആദ്യം ഹെഡ് പിന്നിലുള്ളത് സെറ്റ് ചെയ്ത് വെക്കാം. ഹെഡ് പിന്നിലേക്ക് നമ്മൾ സെറ്റ് ചെയ്യാൻ പോകുന്നത് ഒരു ഗോൾഡൻ ബീഡ് ഇട്ട് കൊടുത്തിട്ട് അതിലേക്ക് നമ്മുടെ ക്യാപ്പാണ് കേട്ടോ, അത് ബീഡ് ക്യാപ്പാണ് ഇട്ട് കൊടുക്കുന്നത്. ഇതും ഞാൻ പറഞ്ഞ പോലെ ഓപ്ഷണലാണ്. ഇതിന് പകരം നമുക്ക് ഗുങ്കുരൂസ് ഇട്ട് കൊടുക്കാം, അല്ലെങ്കിൽ കുറച്ച് വലിയൊരു ബീഡ് ഗുങ്കുരു പോലെ ചെയ്തെടുത്തിട്ട് അങ്ങനെ ഇട്ട് കൊടുക്കാം കേട്ടോ. ഇതൊക്കെ ഓപ്ഷണലാണ്, കമ്മലിൻ്റെ ഭംഗി കൂട്ടാൻ വേണ്ടി ചെയ്യുന്നതാണ് കേട്ടോ. ഇപ്പോൾ നമ്മൾ ക്യാപ്പ് ഇട്ടതിന് ശേഷം ഒരു ഗിയർ ലോക്ക് ഇട്ടിട്ട് ജസ്റ്റ് പ്രസ് ചെയ്തിട്ട് ആ ഒരു ക്യാപ്പിനെയും ബീഡിനെയും അവിടെ ലോക്കാക്കി വെച്ചിട്ടുണ്ട്. നമ്മൾ ചെയ്യുന്ന ആ ഒരു മോഡലിലേക്ക് ഈ രീതിയിൽ ചെയ്യുക. ഇനി നമ്മുടെ ബീഡ് താഴോട്ടൊന്നും പോരില്ല. ഇനി നമ്മൾ വീണ്ടും ഗിയർ ലോക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വീണ്ടും ലോക്ക് ചെയ്യണം. അപ്പോൾ അത് എവിടെയാണ് ലോക്ക് ചെയ്യേണ്ടത്, ആ ഒരു ഫസ്റ്റിലിട്ട ബീഡ് ക്യാപ്പും നമ്മൾ ഇപ്പോൾ ഇടാൻ പോകുന്ന ബീഡ് ക്യാപ്പും തമ്മിൽ എത്ര ഗ്യാപ്പ് വേണം നോക്കിയിട്ട് അവിടെ നമ്മളൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം വീണ്ടും ബീഡും ക്യാപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട്. അത് നമ്മൾ വീണ്ടും ലോക്ക് ചെയ്ത് കൊടുക്കണം കേട്ടോ. നമ്മുടെ ഗിയർ ലോക്ക് ഇട്ടിട്ടൊന്ന് ലോക്ക് ചെയ്ത് കൊടുക്കണം. ഈ ഗിയർ ലോക്ക് നമ്മൾ എത്ര ലോക്ക് ചെയ്താലും ഐപ്പിനിലൊന്നും അത്രയും എന്താ പറയുക സ്റ്റക്കായിട്ട് നിൽക്കില്ല. നമുക്കൊന്ന് അങ്ങോട്ടോ ഇങ്ങോട്ടോ പിടിച്ച് മുറുക്കി നീക്കി കഴിഞ്ഞാൽ നീങ്ങി കിട്ടുന്നതാണ്. ഗിയർ വയറിലൊന്നും ലോക്കാവുന്ന പോലെ ഇത് ലോക്കാവില്ല. അപ്പോൾ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും എവിടേക്ക് വേണം എന്നുള്ളത്. ഇനി നമ്മൾ വീണ്ടും ഗിയർ ലോക്ക് ഇട്ടിട്ട് ലോക്ക് ചെയ്ത് 3 സ്റ്റെപ്പ് ഞാൻ ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് 2 സ്റ്റെപ്പ് മതിയെങ്കിൽ 2 സ്റ്റെപ്പ് ചെയ്യാം. ഞാൻ പറഞ്ഞത് ഇതുപോലെ നമ്മളൊന്ന് മുറുക്കി പ്രസ് ചെയ്താൽ അത് അങ്ങോട്ടും ഇങ്ങോട്ടും നീങ്ങി കിട്ടും. അപ്പോൾ ഞാനതൊന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ആ ഗ്യാപ്പ്. വീണ്ടും ഒരു സ്റ്റെപ്പും കൂടി ഞാൻ ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഈ ഒരു മോഡലൊക്കെ നമുക്ക് ഷോപ്പുകളിൽ നിന്ന്, ഞാൻ ആദ്യം പറഞ്ഞ പോലെ ഷോപ്പുകളിൽ നിന്നൊന്നും അങ്ങനെ വാങ്ങിക്കാൻ കിട്ടില്ല. കാരണം നമ്മുടെ ഓരോ ഐഡിയയ്ക്ക് അനുസരിച്ച് ചെയ്യുന്നതാണ്. ജ്വല്ലറി മേക്കിങ്ങിനോടൊക്കെ താല്പര്യമുള്ളവരാണ് നിങ്ങളെന്നുണ്ടെങ്കിൽ ഇതൊക്കെ ഒന്ന് ചെയ്ത് നോക്കണം കേട്ടോ. നിങ്ങളുടെ പുതിയ ഐഡിയയ്ക്ക് അനുസരിച്ച് ഇതുപോലെ ഒരുപാട് വെറൈറ്റി മോഡൽസ് ഒക്കെ ചെയ്ത് നോക്കും. നമ്മളിവിടെ 3 സ്റ്റെപ്പും ചെയ്തിട്ട് ലാസ്റ്റിൽ ലോക്കാക്കി കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മളവിടെ ഒരു ലൂപ്പ് ക്രിയേറ്റ് ചെയ്യും, നമ്മുടെ ഐപ്പിനിലേക്ക് കണക്ട് ചെയ്ത് കൊടുക്കുക. ഇതൊക്കെ നമ്മുടെ ഫ്രീ ക്ലാസ്സിൽ നമ്മൾ കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ജ്വല്ലറി മേക്കിംഗ് ഒക്കെ പഠിക്കാൻ താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനലിൽ ഫ്രീ ക്ലാസ് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ പ്ലേലിസ്റ്റും ഉണ്ട്. ജ്വല്ലറി ക്ലാസ് എന്ന് നോക്കിയാൽ മതി കേട്ടോ. അപ്പോൾ നിങ്ങൾക്കും വീട്ടിലിരുന്ന് ഈസി ആയിട്ട് പഠിക്കാം. ഫ്രീ ക്ലാസ്സിലേക്ക് ജോയിൻ ആവാനായിട്ട് വേറെ ഒന്നും ചെയ്യേണ്ടതില്ല. സബ്സ്ക്രൈബ് ചെയ്ത് നോട്ടിഫിക്കേഷൻ ഓൺ ചെയ്ത് വെച്ചാൽ മതി കേട്ടോ. അപ്പോൾ നോട്ടിഫിക്കേഷൻ ഓൺ ചെയ്ത് വെച്ചാൽ ഞാൻ പുതിയ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടും. അപ്പോൾ എല്ലാവരും ഒന്ന് കയറി നോക്കിക്കോളൂ കേട്ടോ. അപ്പോൾ നമ്മളിവിടെ അത് ലൂപ്പ് ക്രിയേറ്റ് ചെയ്തിട്ട് ഇനി നമ്മൾ ഐപ്പിനിലേക്ക് ഒന്ന് കണക്ട് ചെയ്ത് കൊടുക്കുകയാണ്. ഇങ്ങനെ ചെയ്തതിന് ശേഷം നമുക്ക് നമ്മുടെ സർദോസി ഇട്ട് കൊടുക്കാം. ഇല്ലെങ്കിൽ ആ ഒരു ഗ്യാപ്പിൽ കൂടെയൊക്കെ അത് എവിടെയെങ്കിലും ടച്ച് ആയി കഴിഞ്ഞാൽ സർദോസിക്ക് അങ്ങനെ ഒരു കുഴപ്പമുണ്ട്. എവിടെയെങ്കിലും ടച്ച് ചെയ്ത് വലിച്ചു കഴിഞ്ഞാൽ അത് നൂല് പോലെ ഇങ്ങനെ വലിഞ്ഞു പോകും. അപ്പോൾ അതുകൊണ്ട് നമ്മളിതൊക്കെ സെറ്റാക്കിയതിന് ശേഷം നമുക്ക് സർദോസി ഇട്ട് കൊടുക്കാം. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ ഒരു സെക്ഷൻ നിങ്ങൾക്ക് വേണമെങ്കിൽ അവോയ്ഡ് ചെയ്യാം, സർദോസി ഇടാതിരിക്കാം. ജസ്റ്റ് ഐപ്പിന് വെച്ചിട്ട് തന്നെ ചെയ്യാം. ഇനി സർദോസിയുടെ അറ്റഭാഗം, അതായത് നമ്മുടെ ഐപ്പിനിൻ്റെ അറ്റഭാഗത്ത് നമ്മൾ വീണ്ടും ഒരു ലൂപ്പ് എടുക്കുന്നുണ്ട്. ഒന്നുകിൽ നമുക്ക് ഇയർ ഹൂക്ക് ഇട്ട് കൊടുക്കാം, അല്ലെങ്കിൽ നമുക്ക് സ്റ്റഡ് ഇട്ട് കൊടുക്കാം. സ്റ്റഡ് ആയിരിക്കും ഇതിന് നല്ലത്, കാരണം അത്യാവശ്യത്തിന് ലെങ്ത് ഉണ്ട്. ഇനി നമ്മൾ ഇയർ ഹൂക്കും കൂടി ഇട്ട് കഴിഞ്ഞാൽ വല്ലാതെ ലെങ്ത് ആയിപ്പോൾ. ഈ ഒരു ഐപ്പിനിൻ്റെ ലെങ്ത്ത് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ കുറയ്ക്കും ചെയ്യാം കേട്ടോ. ഞാൻ പറഞ്ഞല്ലോ, അത് ലെങ്ത്ത് കുറച്ച് ഒറ്റ സ്റ്റോൺ സെൻറ്ററിൽ ഒട്ടിച്ച് കൊടുത്താലും മതി. ഇനി നമുക്കിതിലേക്കുള്ള സ്റ്റഡും ആ ഒരു ഐപ്പിനും ഒട്ടിച്ച് കൊടുക്കാനുള്ള സ്റ്റോണും സെറ്റ് ചെയ്തെടുക്കണം കേട്ടോ. അപ്പോൾ അതിന് നമ്മളിവിടെ കുറച്ച് സ്റ്റോണാണ് എടുക്കുന്നത്. ആദ്യം സെൻറ്ററിൽ ഞാനൊരു യെല്ലോ കളർ സ്റ്റോൺ ഒട്ടിച്ച് കൊടുക്കുന്നുണ്ട്. അതിന് ചുറ്റും റെഡ് കളറാണ് കേട്ടോ ഒട്ടിക്കുന്നത്. പിന്നെ നിങ്ങൾ ഈ വാക്സ് ഷീറ്റിൽ ഒട്ടിക്കുന്നതിന് പകരം OHP ഷീറ്റിൽ ഒട്ടിച്ചിട്ട് ബാക്കിൽ വാക്സ് ഷീറ്റ് ഒട്ടിച്ച് കൊടുത്താൽ മതി. അതിൻ്റെയൊക്കെ വീഡിയോസ് ഞാൻ ചെയ്തിട്ടുണ്ട്. എനിക്ക് എന്ത് പറ്റിയെന്ന് അറിയില്ല, ഞാൻ ഓർക്കാതെ ഈ ഒരു സ്റ്റോണുകൾ ഇതിൽ ഒട്ടിച്ച് കൊടുത്തു. ലാസ്റ്റ് ഇത് കട്ട് ചെയ്യുന്ന സമയത്താണ് എനിക്ക്
മനസ്സിലായത് ഈ ഒരു കളറ് ബ്ലൂ കളറ് പുറത്തേക്ക് കാണുന്നുണ്ടല്ലോ എന്നുള്ളത്. പിന്നെ ഒന്നും ചെയ്യണ്ടെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ അങ്ങോട്ട് അപ്ലോഡ് ചെയ്തതാണ് കേട്ടോ. മാറ്റി ചെയ്യാനുള്ള മടി കാരണമാണ്. അപ്പോൾ നിങ്ങൾ OHP ഷീറ്റ്, അതായത് ഗ്ലാസ് ഷീറ്റ് കിട്ടും, അതിൽ ചെയ്യാം. എന്നിട്ട് ഇതിൻ്റെ ഒരു പീസ് ബാക്കിൽ ഒട്ടിച്ച് കൊടുക്കുക. അതിൻ്റെയൊക്കെ ഒരുപാട് മോഡലുകൾ നമ്മൾ ചെയ്തിട്ടുണ്ട്. അതെങ്ങനെയാണ് ചെയ്യുന്നതെന്നുള്ളതൊക്കെ ക്ലാസ്സിലും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് കയറി നോക്കിയാൽ മതി. ഇതേ നമ്മളിതിനെ റൗണ്ട് ചുറ്റി കൊടുത്തു. ഇങ്ങനത്തെ 2 സ്റ്റഡിന് നമുക്ക് 2 വേണം. അതിന് ശേഷം നമുക്ക് ഞാൻ സെൻറ്ററിൽ ഒട്ടിക്കാനുള്ള സ്റ്റോണും കൂടി സെറ്റ് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ അതിന് ഞാൻ സെയിം സ്റ്റോൺ അല്ല കേട്ടോ എടുത്തിരിക്കുന്നത്. അതിന് വേറൊരു ചെറിയ ഗോൾഡൻ സ്റ്റോണാണ് എടുത്തിരിക്കുന്നത്. പിന്നെ അതിന് ചുറ്റും സ്റ്റോൺ ചെയിനുകൾ ഇതുപോലെ റെഡ് കളറ് കട്ട് ചെയ്തെടുക്കുകയാണ് ചെയ്തിരിക്കുന്നത്. ഈ റെഡിന് പകരം ഗ്രീൻ ഉണ്ടെങ്കിൽ ഗ്രീൻ ചെയ്യാം. നമുക്ക് നമ്മുടെ സ്റ്റഡ് റെഡും അടിയിലേക്ക് വരുന്ന സ്റ്റോണ് ഗ്രീനും വെച്ചിട്ട് ചെയ്യാം കേട്ടോ. അപ്പോൾ അതും ഒരു വെറൈറ്റി ആയിരിക്കും, നല്ല കോൺട്രാസ്റ്റ് ആയിട്ട് വരും. അതൊക്കെ നമ്മുടെ ഐഡിയ ആണ് കേട്ടോ എങ്ങനെ ചെയ്യേണ്ടതെന്നുള്ളത്. അപ്പോൾ ഇപ്പോൾ ചെയ്യുന്ന സ്റ്റോൺ നമുക്ക് 4 പീസ് കട്ട് ചെയ്തെടുക്കണം. 2 കമ്മലിലേക്കായിട്ട് 4 പീസാണ് കേട്ടോ നമ്മൾ സെറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇനി ഇതുപോലെ നമുക്ക് 4 എടുക്കണം. പിന്നെ ഇതിൻ്റെ സെൻറ്ററിൽ നമ്മൾ ഒട്ടിച്ച സ്റ്റോൺ കുറച്ച് താഴ്ത്തായിപ്പോയി. കാരണം നമ്മുടെ സ്റ്റോൺ ചെയിൻ ഒട്ടിച്ചപ്പോൾ അത് കാണാണ്ടായി. അപ്പോൾ ഞാൻ അതിൻ്റെ മുകളിൽ ഒരെണ്ണം കൂടി ഒട്ടിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അത് പ്രൊജക്റ്റ് ചെയ്ത് നിൽക്കും. അപ്പോൾ ഇതെല്ലാം സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി അത് നന്നായിട്ട് ഡ്രൈ ആവാൻ മാറ്റി വെച്ചിട്ട് നമുക്ക് കട്ട് ചെയ്തെടുക്കാം. ഇവിടെ നമ്മൾ വാക്സ് ഷീറ്റ് ആയതുകൊണ്ട് ഡയറക്റ്റ് ഒട്ടിച്ച് കൊടുക്കുകയാണ്. നിങ്ങൾ OHP ഷീറ്റിലാണ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒരു പീസ് വാക്സ് ഷീറ്റ് കട്ട് ചെയ്ത് സ്റ്റഡ് ബേസിൽ ആദ്യം ഒട്ടിച്ച് കൊടുക്കണം. അപ്പോൾ അതിൻ്റെയൊക്കെ വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ട്, എങ്ങനെയാണ് അത് ഒട്ടിക്കുക എന്നുള്ളത്. എന്നിട്ട് നമ്മൾ ഈ ഒരു സ്റ്റഡിൻ്റെ ഇതിലേക്ക് ഒട്ടിച്ച് കൊടുക്കുക കേട്ടോ. അങ്ങനെയായിരിക്കും നല്ലത്. ഇതിപ്പോൾ കുഴപ്പമില്ല. ഞാനിപ്പോൾ വാക്സൊക്കെ നന്നായിട്ട് ഉരുക്കിയൊക്കെ സൈഡൊക്കെ ഉരുക്കി എടുത്തിട്ടുണ്ട്. അത് കാരണം അങ്ങനെ പുറത്തേക്ക് പ്രൊജക്റ്റ് ചെയ്തൊന്നും നിൽക്കുന്നില്ല കേട്ടോ. ഇനി നമുക്ക് ആ 4 പീസും കട്ട് ചെയ്തെടുക്കാം. ഇനി ഇത് നമ്മൾ ഇതുപോലെ വെച്ചിട്ട് ഒട്ടിച്ച് കൊടുക്കണം. അപ്പോൾ അതിൻ്റെ ബാക്ക് സൈഡിൽ നിന്ന് ഒട്ടിക്കാനായിട്ട് വാക്സിൻ്റെ തന്നെ ഒരു ചെറിയ പീസ് നമ്മൾ കട്ട് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അത് നമ്മൾ ഗ്ലൂ വെച്ചിട്ടാണ് ഒട്ടിച്ച് കൊടുക്കുന്നത്. അപ്പോൾ ഇതിനൊക്കെ നിങ്ങൾക്ക് B7000 8000 ഗ്ലൂ ഒക്കെ യൂസ് ചെയ്യാം. ഇനി നമ്മളിത് ആ സ്റ്റോണുമ്പോൾ ഗ്ലൂ അപ്ലൈ ചെയ്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ഈ ഒരു ഐപ്പിനിലേക്ക് സെറ്റ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ എവിടെയാണ് നിങ്ങൾ വെക്കേണ്ടതെന്നുള്ളതൊക്കെ ആദ്യം തീരുമാനിക്കണം കേട്ടോ. ഗ്യാപ്പൊക്കെ നോക്കി 2 പീസ് നമുക്ക് വെക്കണം. അപ്പോൾ അതുകൊണ്ട് ഇതിൻ്റെ സെൻറ്ററിലൊന്നും വെക്കരുത്. അപ്പോൾ നമ്മൾ എവിടെയാണ് വേണ്ടതെന്നൊക്കെ നമ്മളൊന്ന് നോക്കിയിട്ട് ഒട്ടിച്ച് കൊടുക്കുക. ഒട്ടിച്ചതിന് ശേഷം പിന്നെ അവിടെ നിന്ന് എടുത്ത് മാറ്റുക എന്ന് പറഞ്ഞാൽ അത് പ്രാക്ടിക്കലല്ല. കാരണം അത് ഗ്ലൂ ഒക്കെ അതുമ്പോൾ ഇരുന്ന് പിന്നെ വൃത്തികേടായി പോകും നമ്മുടെ കമ്മൽ. അപ്പോൾ അതൊക്കെ ശ്രദ്ധിക്കുക ഫസ്റ്റിൽ തന്നെ എവിടെയാണ് വെക്കേണ്ടതെന്ന്. ഇത് ഇതുപോലെ ഒരു ചെറിയ പീസ്, ഈ ഒരു പീസും ചെറുതായിരിക്കണം, പുറത്തേക്കൊന്നും കാണാൻ പാടില്ല. ആ സ്റ്റോണിൻ്റെ ഉള്ളിൽ തന്നെ ഈ ഒരു പീസ് നിൽക്കുകയും വേണം, അതിനെ കവർ ചെയ്തുകൊണ്ട്. അപ്പോൾ ഇതേ നമ്മളിത് ഐപ്പിന്നും സ്റ്റോണും കൂടി ഈ ഒരു രീതിയിൽ ഒട്ടിച്ചിട്ടുണ്ട്. ഇനി കുറച്ച് ടൈം ഒന്ന് പ്രസ് ചെയ്ത് പിടിക്കണം നമ്മൾ കൈ കൊണ്ട്, എങ്കിൽ മാത്രമേ അതവിടെ നമുക്ക് ഒട്ടി കിട്ടുള്ളൂ കേട്ടോ. നമ്മൾ കൈ കൊണ്ട് നന്നായിട്ടൊന്ന് പ്രസ് ചെയ്ത് പിടിക്കുക. അതിന് ശേഷം പതുക്കെ ഒന്ന് കൈ വിട്ട് കൊടുക്കുക, ഇല്ലെങ്കിൽ അത് കയ്യിൽ കൂടെ പോരും ചെയ്യും. അങ്ങനെയുണ്ട്. അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കുക. 2-3 സെക്കൻഡൊക്കെ നമ്മളിങ്ങനെ 2-3 സെക്കൻഡൊക്കെ നന്നായിട്ട് മുറുക്കി പിടിച്ചാൽ ഒട്ടി കിട്ടും. ഇനി ഇതേ നമ്മളിതിൻ്റെ അടിഭാഗത്തും കൂടി ഒട്ടിച്ച് കൊടുക്കുന്നുണ്ട് ഒരെണ്ണം. അടുത്ത സ്റ്റോൺ അതേപോലെ തന്നെ അടിയിൽ ഒട്ടിച്ച് കൊടുക്കുക. നമ്മൾ ഹാൻഡ് മെയ്ഡായിട്ട് ചെയ്യുന്ന വർക്കുകളെല്ലാം യൂണീക്കായിരിക്കും, അതെവിടെയും കിട്ടില്ല. കാരണം നമ്മുടെ ഐഡിയ നമുക്ക് മാത്രം സ്വന്തമാണ്. അതുകൊണ്ട് ഹാൻഡ് മെയ്ഡ് പ്രൊഡക്റ്റിന് നല്ല രീതിയിൽ സെയിലും ഉണ്ടാവും കേട്ടോ. അതുപോലെ തന്നെ ചിലർക്ക് ഈ വാക്സ് ഷീറ്റ് ഒട്ടിച്ചിട്ടുള്ള കമ്മലുകളൊന്നും ചിലർക്ക് ഇഷ്ടപ്പെടില്ല. അവർ ഈ റെഡിമെയ്ഡ് ഐറ്റംസ് വാങ്ങിച്ചിട്ട്, അപ്പോൾ അവരോട് നമുക്ക് പറയാം ഇത് ഹാൻഡ് മെയ്ഡാണ്, അപ്പോൾ ഇതിങ്ങനെ തന്നെ ചെയ്യണം എന്ന് പറയാം. പക്ഷേ ഇതിൻ്റെ ആ ഭംഗിയും ഈ ഒരു മോഡലും നിങ്ങൾക്ക് പിന്നെ വേറെ എവിടെയും കിട്ടില്ല എന്ന് നമ്മൾ പറയണം. അപ്പോൾ അതേ നമ്മൾ നന്നായിട്ട് പ്രസ് ചെയ്ത് വെച്ച് നന്നായിട്ട് ഡ്രൈ ആയിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിതിലേക്ക് സ്റ്റഡ് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇതിൻ്റെ ഫൈനൽ ലുക്ക് എങ്ങനെയുണ്ടെന്ന് നിങ്ങൾ തന്നെ കമൻറ്റിൽ പറയണം കേട്ടോ. ഇതിലെന്തെങ്കിലും കറക്ഷൻ കൊണ്ടുവരണമെന്നുണ്ടെങ്കിൽ അതും കമൻറ്റിൽ പറഞ്ഞോളൂ. ജ്വല്ലറി മേക്കിങ്ങും ഹെയർ ആക്സസറീസും പഠിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ മോളിൽ കാണുന്ന നമ്പറിലൊന്ന് കോൺടാക്ട് ചെയ്തോളൂ. February 10th നമ്മുടെ അടുത്ത ബാച്ച് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ താല്പര്യമുള്ളവർ വേഗം ജോയിൻ ആയിക്കോളൂ. അപ്പോൾ ഈ ഒരു മോഡൽ ഇഷ്ടമായ ലൈക്ക് ചെയ്യാൻ മറക്കണ്ട.